നാം ചർച്ച ചെയ്തിരുന്നത് ഏതായിരുന്നു? വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെ കുറിച്ചാണ്. സിവിലൈസേഷൻ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സിവിലൈസേഷനുകൾ ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോന്നോരോന്നും വേർതിരിച്ച് പറഞ്ഞു. ബ്രോൺസ് ഏജോട് കൂടി, എന്താ ബ്രോൺസ് ഏജ് മനസ്സിലായില്ല എല്ലാവർക്കും? മനസ്സിലായില്ലേ? ചരിത്രത്തിന്റെ ഓരോ കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആദ്യത്തെ കാലഘട്ടം ഏതാ? ആദ്യ കാലഘട്ടം അതെ, സ്റ്റോൺ ഏജ് അല്ലെ. രണ്ടാമത്തെ കാലഘട്ടം വരുന്നത് ഏതാണ്? പറയൂ, പാലിയോലിത്തിക് ഏജ്. അടുത്ത നെക്സ്റ്റ് പീരീഡ് ഏതാ വരുന്നത്? നിയോലിത്തിക് ഏജ്. അത് കഴിഞ്ഞിട്ട് ബ്രോൺസ് ഏജ് അല്ലെ. ബ്രോൺസ് ഏജ് ആണ്. ഈ ബ്രോൺസ് ഏജോട് കൂടിയിട്ട് ചരിത്രത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതോടുകൂടി ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ബ്രോൺസ് ഏജോട് കൂടി, നമ്മൾ ബ്രോൺസ് ഏജിലെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഈ ബ്രോൺസ് ഏജിനോട് കൂടിയിട്ടാണ് ചരിത്രത്തിൽ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം, ചരിത്രത്തിൽ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ബ്രോൺസ് ഏജിന്റെ മാറ്റങ്ങളാണ്. Later, copper tools began to be used along with stone tools. Compared to stones, copper was easier to sharpen and mold and was convenient to use. Later, copper tools began to be used along with stone tools. കോപ്പറിന്റെ നിർമ്മാണം, ചെമ്പിന്റെ നിർമ്മാണം അവസാനമായിട്ട് എന്ത് കല്ലുകളെ പോലെ ഉപയോഗിക്കുന്നതിലേക്ക് മനുഷ്യൻ ഒരു പുതിയ പഠനത്തിലേക്ക് മനുഷ്യൻ കോപ്പറിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ കോപ്പറിന്റെ ഉപയോഗമാണ് മനുഷ്യന് വല്ലാത്തൊരു മാറ്റങ്ങൾക്ക് നിദാനമാക്കുകയും വഴിതെളിയിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ശിലായുധങ്ങളോടൊപ്പം തന്നെ ചെമ്പ് ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് ബ്രോൺസ് ഏജോട് കൂടി അല്ലെ. എന്നാൽ കോപ്പർ വാസ് ഈസി ടു ഷാർപ്പൻ ആൻഡ് മോൾഡ് ആൻഡ് വാസ് കൺവീനിയന്റ് ടു യൂസ്. കോപ്പറിന്റെ പ്രത്യേകത എന്താണ്? കല്ലിനേക്കാൾ മൂർച്ച കൂട്ടാനും പോളിഷ് ചെയ്യാനും മിനുസപ്പെടുത്താനും വളരെ ലളിതമാണ് എന്നുള്ളത് കൊണ്ടാണ് കോപ്പർ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം ഒരു ആയുധമായിട്ട് തന്നെ കോപ്പറിനെ ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ്. The period when men used both stone and copper tools is known as a Chalcolithic age. What is a Chalcolithic age? The period, underline, the period when men used both stone and copper tools is known as Chalcolithic age. എന്താണ് താമ്രശിലായുഗം? അതായത് ചാൽക്കോലിത്തിക് ഏജ് എന്നാൽ എന്ത്? വാട്ട് ഈസ് ചാൽക്കോലിത്തിക് ഏജ്? The period when man used both stone and copper tools is known as Chalcolithic age. അതായത് കോപ്പർ സ്റ്റോൺ ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെ. മനുഷ്യൻ കല്ലും അതുപോലെ തന്നെ കോപ്പറും ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഈ കാലഘട്ടത്തെയാണ് ചാൽക്കോലിത്തിക് ഏജ്, താമ്രശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തോട് കൂടിയിട്ടാണ് പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. In course of time, man discovered in tin and learned to mix copper with tin to produce the alloy called bronze. മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു ഈയം എന്ന് പറയുന്ന വസ്തു മനുഷ്യൻ കണ്ടുപിടിക്കുകയും ഈയവും ചെമ്പും ഉരുക്കി ചേർത്തുകൊണ്ട് വെങ്കലം, അതായത് ഓടി എന്ന ലോഹസങ്കരം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ വെങ്കലം ചെമ്പിനേക്കാൾ കടുപ്പമുള്ളതാവുകയും ചെയ്തു. അങ്ങനെ ഒരു വെങ്കലം, ഈ വെങ്കല നിർമ്മാണത്തിൽ ഈയവും അതുപോലെ ചെമ്പും കൂടി ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയത് ഒരു ആയുധമാണ്, ഒരു ലോഹമാണ് വെങ്കലം, അതായത് ബ്രോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ചാൽക്കോലിത്തിക് ഏജ് വേറെയാണ്, ബ്രോൺസ് ഏജ് വേറെയാണ്. എന്താണ് ബ്രോൺസ്? Man discovered tin and learned to mix copper with tin to produce alloy called bronze. എന്ത്? കോപ്പറും ടിന്നും ഈയവും കൂടി ഉരുക്കി ചേർത്തുകൊണ്ട് ഒരു പുതിയ ലോഹ നിർമ്മാണം നടത്തി. ഈ ലോഹത്തിനെയാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. which was harder than copper. കോപ്പറിനേക്കാൾ വളരെ സ്ട്രോങ് ആണ് അല്ലെ. കത്തി പോലെ മൂർച്ച കൂട്ടാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ലോഹമായിട്ട് മനുഷ്യൻ കണ്ടതില്ല. The age in which bronze was widely used to make weapons and tools is called bronze age. ഇതിനെയാണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ. What is bronze age? Chalcolithic age and bronze age. മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ചാൽക്കോലിത്തിക് ഏജ് എന്നാൽ എന്ത്? ബ്രോൺസ് എന്നാൽ എന്ത്? എന്താ ബ്രോൺസ് അല്ലെ? വെങ്കല യുഗം എന്നാൽ എന്ത്? അതുപോലെ തന്നെ
വെങ്കലം എന്നല്ല എന്ത് വെങ്കല യുഗം എന്നല്ല എന്ത് ഏജ് ഇൻ വിച്ച് ബ്രോൺസ് വാസ് വൈഡലി യൂസ്ഡ് ടു മേക്ക് വെപ്പൺസ് ആൻഡ് ടൂൾസ് ഈസ് കോൾഡ് ബ്രോൺസ് ഏജ്. ദിസ് ഈസ് എ ബ്രോൺസ് ഏജ്. ഓക്കെ, ഈ രണ്ടും കൂടിയിട്ട് ഈ ഏജിലാണ് ബ്രോൺസ് വ്യാപകമായി ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച കാലമായതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് വെങ്കല യുഗം, ബ്രോൺസ് ഏജ് എന്ന് പറയപ്പെടുന്നത്. താഴെ നിങ്ങൾക്ക് ചാർട്ട് കാണാം അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചാർട്ട് യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് ചാർട്ട് അല്ലെ, യു ഹാവ് ടു ഫിൽ അപ്പ് ദി ചാർട്ട്. വാട്ട് ഈസ് ദ ഫസ്റ്റ് പീരീഡ്? Paleolithic age. What is in second period? You have to write down the in your notebook. Next Chalcolithic age, the next period. Okay, ഇതിന് ക്രമത്തോടു കൂടി ഓരോ കാലഘട്ടങ്ങൾ അവിടെ എഴുതി വെക്കണം. ഇവിടെ let us find out changes brought about human life by the invention and use of bronze weapon and tools. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളാണെന്ന് വരുത്തിയെന്ന് നോക്കാം. Let us find out changes brought about the human life by the invention and use of a bronze weapon and tools. വെങ്കല ആയുധങ്ങളുടെയും ടൂൾസുകളുടെയും കണ്ടുപിടുത്തത്തോടൊപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാം? We have to find out. During this period, agriculture improved and resulted in better harvests. പ്രധാന മാറ്റം, what is the best changes in human's life? Great changes in human life. During this period, agriculture improved. കാര്യമായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയാൻ പറ്റുന്നത് എന്താണ്? അഗ്രികൾച്ചർ ഇംപ്രൂവ്ഡ് ആൻഡ് റിസൾട്ട് ഇൻ ബെറ്റർ ഹാർവെസ്റ്റ്. അല്ലെ, നല്ല നല്ല കൊയ്ത്തുത്സവങ്ങളിലേക്കും കാർഷിക മേഖല എന്ത് സംഭവിച്ചു? വികാസം പ്രാപിച്ചതോടൊപ്പം നല്ല ഹാർവെസ്റ്റ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. The fertile soils of the river valley and the ample irrigation also helped in improving agriculture. ഇതോടൊപ്പം തന്നെ മറ്റൊരു മേഖല എന്താണ്? അഗ്രികൾച്ചറിനെ വികാസം പ്രാപിക്കുന്നതിൽ ഏറ്റവും സഹായിച്ച മറ്റൊരു ഘടകം എന്താണ്? ഫെർട്ടൈൽ സോയിൽസ് ആണ്. എന്താ ഫെർട്ടൈൽ സോയിൽസ്? വളക്കൂറുള്ള മണ്ണുകൾ അല്ലെ, നദീതടങ്ങളിൽ സമ്പുഷ്ടമായ ഫലഭൂഷ്ടമായ മണ്ണുകൾ കൃഷിയെ വളരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലത്തെ ആംബിൾ ഇറിഗേഷൻ. ആംബിൾ ഇറിഗേഷൻ മീൻസ് നദികളിൽ നിന്നുള്ള ജലസേചനം അല്ലെ, കൃഷിക്ക് വേണ്ട ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി എന്നുള്ളതാണ്. ആൾസോ ഹെൽപ്പ് ഇംപ്രൂവിങ് അഗ്രികൾച്ചർ. കാർഷിക മേഖലയുടെ വ്യാപനത്തിന് ഈ മൂന്ന് ഘടകങ്ങൾ കാരണമായതാണ്. ആയുധം, അതുപോലെ തന്നെ നദിയിലെ ജലസേചന സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റു സോയിൽ ഫെർട്ടൈൽ സോയിൽസ്, മൂന്ന് ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് സഹായിച്ചിട്ടുള്ളത്. What changes might have been brought about by the improvement in agriculture? You had to discuss. What are the changes? The storage of surplus food grain. Then second, development of public places for the exchange of agriculture products. Third, increase in the production and use of new agriculture tools. These are the main three changes. Okay, what are the changes? The storage of surplus. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയത് വലിയ പ്രത്യേകതയാണ്. കാരണം ഒരു കാർഷിക മേഖല വികസിച്ചപ്പോൾ എന്ത് ചെയ്തു? ഒരുപാട് വസ്തുക്കൾ ഭക്ഷണങ്ങൾ ബാക്കി വന്നു. അത് മറ്റു കൃഷി ചെയ്യാൻ പറ്റാത്ത കാലത്തേക്ക് കൊണ്ട് ശേഖരിച്ചു വെച്ചു. ഡെവലപ്മെന്റ് ഓഫ് പബ്ലിക് പ്ലേസസ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ രൂപപ്പെട്ടു, ചന്ത പോലത്തെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. Increase in the production and the use of new agriculture tools. Increase the production ഉൽപാദനം വർദ്ധിപ്പിക്കുക, യൂസ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ ടൂൾസ്. അഗ്രികൾച്ചർ ടൂൾസുകളുടെ പുതിയ കണ്ടുപിടുത്തങ്ങളെയൊക്കെ സഹായിക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. What other occupation fields might have developed along with agriculture? Find them from the picture given below. There are some picture are there. You have to watch this picture and find out what are the occupation field might have developed along with agriculture. What are the? You can watch the picture, then you will find out. Okay. ഏതൊക്കെയാണ് കാർഷിക മേഖലകൾക്ക് വികാസം പ്രാപിച്ച മേഖലകൾ? പശുക്കളെ, മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ തയ്യാറായിട്ടുണ്ടാവും. ചിത്രത്തിൽ മനസ്സിലാകുന്നു അല്ലെ. അതുപോലെ തന്നെ പാത്ര നിർമ്മാണത്തിന് ആവശ്യമായ ചൂളകൾ ഉണ്ടാക്കി തുടങ്ങി, ചട്ടി ചൂടാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മറ്റൊന്നെന്താണ്? പാത്രങ്ങളുടെ നിർമ്മാണങ്ങൾ നടന്നു, ആഭരണങ്ങൾ ധരിക്കാൻ തുടങ്ങി. അതുപോലെ മറ്റു പല ആയുധങ്ങളും സംവിധാനങ്ങളും മനുഷ്യൻ ഉണ്ടാക്കി തുടങ്ങി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ വലിയ പ്രത്യേകത.
പ്രത്യേകതയായിട്ട് കാണുന്നത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണിത്. മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? അഗ്രികൾച്ചർ മേഖല വികാസം പ്രാപിച്ചപ്പം ഒരു ചന്ത പോലത്തതായ എക്സ്ചേഞ്ചുകൾ ചെയ്യാനുള്ള ഗുഡ്സുകളുടെ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലങ്ങൾ സംവിധാനം ചെയ്ത് അവിടെ വെച്ച് മനുഷ്യൻ എന്ത് ചെയ്തു? അവർ എക്സ്ചേഞ്ചുകൾ നടത്തുന്നതാണ്. പണം കൊടുത്ത് സാധനം വാങ്ങുന്ന സിസ്റ്റം അന്നില്ല. എന്തുകൊണ്ടാണ് പണം കൊടുത്ത് സാധനം വാങ്ങാത്തത്? കാരണം അവരുടെ കയ്യിൽ പണമില്ല, പണം ആർക്കും ആവശ്യമില്ല, പണം കിട്ടിയ കാര്യമില്ല. ഒരാളുടെ അടുത്തുള്ള സാധനം മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അയാളുടെ വേറെ സാധനം തിരിച്ചു വാങ്ങുന്നു. ഈ ചിത്രത്തിൽ you can watch this picture. What you see from this picture? അല്ലെ, ഇതിൽ കാണുന്ന ഒരു മേഖല ഉണ്ട് അല്ലെ. ഇതിൽ ഒരാൾ മീൻ എന്ത് ചെയ്യാൻ പോണേ? ഒരാൾക്ക് മറ്റൊരു കച്ചവടക്കാരൻ മീൻ കൈമാറ്റം നടത്തുന്നു, അയാളുടെ പാത്രം ഇങ്ങോട്ടും കൈമാറ്റം നടത്തുന്നു. ഇങ്ങനെയാണ് ഇവിടെ കച്ചവടത്തിന്റെ പഴയകാല രീതികള് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് മറ്റു മേഖലകൾ വികസിച്ചിട്ടുള്ളത് എന്ന് ചിത്രത്തിൽ മനസ്സിലാക്കി. പിക്സ് മേക്കിങ്ങും വികാസം പ്രാപിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ വീവിങ്സുകളും വികാസം പ്രാപിച്ചു എന്നുള്ളതാണ്. Those who are engaged in particular occupation needed the goods produced by others. ഒരാള് വല്ല ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ഏർപ്പെട്ടാൽ അയാൾക്ക് വേണ്ട ചില സാധനങ്ങൾ ഉണ്ടാക്കാൻ വേറെ ആൾ ആശ്രയിക്കേണ്ടി വന്നു അല്ലെ. ഒരു കർഷകനാണെങ്കിൽ ആ ആയുധ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോന്നില്ല. കാരണം അയാൾക്ക് പറ്റിയ മേഖല കൃഷിയായിരിക്കും. അപ്പൊ അയാൾക്ക് എന്ത് വേണം? കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വേണം. ബ്രോൺസ് ഏജ് ആണല്ലോ. അപ്പൊ ചിലപ്പം എന്ത് ചെയ്യും? പിക്കാക്സ് പോലെയുള്ള ആയുധങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ആയുധങ്ങൾ വേണ്ടി വരും. അപ്പൊ ആയുധങ്ങൾ എന്ത് ചെയ്യും? കൊടുക്കാൻ മറ്റു ആളുകളെ ആശ്രയിക്കേണ്ടി വരും. കാരണം ഒരാൾക്ക് തന്നെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതില്ല. This necessitated the exchange of goods and it created a sense of mutual dependence among the people. അല്ലെ, ഇത് എന്ത് ചെയ്തു? ഇതൊരു തരത്തില് ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റു തൊഴിൽ മേഖലകളിലെ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പരാശ്രയത്വം വളർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും വിദൂര പ്രദേശങ്ങളിലേക്ക് കയറ്റി അയച്ചു. കാരണം ഇവരുടെ വിഭവങ്ങൾ വളരെയധികം വ്യാപകമാകാൻ തുടങ്ങുകയും മറ്റു സ്ഥലങ്ങളിലേക്ക് ഇവർ കയറ്റിയിറക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. കരമാർഗവും കടൽ മാർഗവും കച്ചവട ബന്ധങ്ങളും വർദ്ധിച്ചു. ആസ് എ റിസൾട്ട് ബോത്ത് ഇൻലാൻഡ് ആൻഡ് മാരിടൈം അല്ലെ, കടൽ മാർഗവും കരമാർഗവും ട്രേഡ് ഫ്ലറിഷ്ഡ്, വ്യാപാരങ്ങൾ വർദ്ധിപ്പിച്ചു പോയി. കോൺസിക്വന്റ്ലി മീൻസ് ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ ആൾസോ ഡെവലപ്ഡ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ മേഖലകൾക്കും വികാസം പ്രാപിച്ചു. ഇൻ കോഴ്സ് ഓഫ് ടൈം സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഫോർമഡ് ടു റെഗുലേറ്റ് ദിസ് ആക്ടിവിറ്റി. ഈ അവസ്ഥകളെ, ബിസിനസ് സംവിധാനങ്ങളെ, നാടുകളെ എല്ലാം ഒരു കുടക്കീയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു ഭരണ സംവിധാനം, പഞ്ചായത്ത് പോലെയുള്ള ഒരു ഭരണ സംവിധാനം അക്കാലഘട്ടത്തിൽ മനുഷ്യന്മാർ എന്ത് ചെയ്തു? തീരുമാനിച്ചു. അത് നിലവിൽ വരുത്തുന്നില്ല. കാരണം ഇവിടെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്, മേഖലകൾ നടക്കുന്നുണ്ട്. പല ആളുകൾക്കും പലതാണ്. ഇവിടെ ഈ ബിസിനസ്സിന്റെ പ്രശ്നം ഉണ്ടായാല് അത് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കൂടി ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തിയെടുത്തു. അഡ്മിനിസ്ട്രേഷൻ ഫോർമഡ് ടു റെഗുലേറ്റ് ദീസ് ആക്ടിവിറ്റീസ്. The invention of the art of writing was another striking feature of Bronze Age. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത? The invention of the art of writing. എഴുത്ത് വിദ്യയുടെ കണ്ടുപിടുത്താണ് ഏറ്റവും വലിയ ഉപയോഗം. കാരണം ബിസിനസ് മേഖലയ്ക്ക് മനുഷ്യനും കച്ചവട മേഖലയ്ക്ക് മനുഷ്യൻ തിരിഞ്ഞപ്പോ അവന്റെ കാര്യങ്ങൾ എഴുതി വെക്കേണ്ട അവസ്ഥയ്ക്ക് എത്തി. കണക്കുകൾ എഴുതി വെക്കണം, തിരിച്ചതിന്റെ ലാഭവും നഷ്ടവും നോക്കാനുണ്ട്. ഇത് നോക്കിയപ്പോ മനുഷ്യൻ ഇൻവെൻഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് അനദർ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ബ്രോൺസ് ഏജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് എഴുത്ത് വിദ്യയുടെ കണ്ടുപിടുത്താണ്, ഇൻവെൻഷനാണ്. ഈ ഇൻവെൻഷൻ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കി തീർത്തുള്ള സമയത്ത്. കാരണം എല്ലാ വസ്തുക്കളും എഴുതി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്, രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങി അല്ലെ. മനുഷ്യനും അവർക്ക് രേഖപ്പെടുത്തലുകൾ നടന്നു. ഓക്കെ, ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ചില സംസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രധാനമായിട്ടും മെസോപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ഓഫ് ബിറ്റ്വീൻ റിവേഴ്സ്. ഇറ്റ് ഈസ് നൗ ഇറാഖ്. യൂണിഫോം മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഈ ബ്രോൺസ് ഏജോട് കൂടിയിട്ടാണ്
മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഒരു പുതിയ കാലഘട്ടത്തിന്, ഒരു സംസ്കാരത്തിന് നിദാനം കുറിക്കും. കാരണം ഒരു പ്രദേശത്തും ആളുകളെല്ലാം താമസിക്കുകയും അവിടെ നിന്ന് പുതിയ അവർക്ക് വേണ്ടതായ താമസിക്കേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുകയും ആ അങ്ങാടിയും ടൗൺഷിപ്പും അതുപോലെ തന്നെ പഠന മേഖലകളും വിദ്യാഭ്യാസ മേഖലകളും താമസിക്കേണ്ട രൂപം, വീട് നിർമ്മാണ മേഖല, ഇതൊക്കെല്ലാം മനുഷ്യൻ നിർമ്മിച്ചെടുത്ത്, ഐക്യചാലിന്റെ നിർമ്മാണം, ഇതെല്ലാം മനുഷ്യൻ നിർമ്മിച്ചെടുത്തിട്ട് ഒരു നല്ലൊരു സംസ്കാരത്തിന്റെ ഉടമകളായിട്ട് മാറി എന്നുള്ളതാണ് മനുഷ്യൻ, അല്ലെ? കാരണം തോന്നുമ്പോൾ ജീവിക്കാൻ പറ്റില്ല, ആട് കൂടിയല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. Mesopotamian civilization flourished in the valley between the Euphrates and Tigris River. അല്ലെ? മെസോപ്പൊട്ടേമിയൻ സംസ്കാരം ഉടലെടുത്തത് തന്നെ എവിടെയാണ്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീ തടത്തിലാണ്, നദിയുടെ തീരത്താണ് ഈ സംസ്കാരം ഉടലെടുത്തുള്ളത്. The word Mesopotamia means the land between river. എന്താണ് മെസോപ്പൊട്ടേമിയയുടെ മീൻസ്? എന്താ? The land between river എന്നാണ് മെസോപ്പൊട്ടേമിയയുടെ വാക്കിന് അർത്ഥം തന്നെ. It is now in the Iraq. ഈ മെസോപ്പൊട്ടേമിയ എന്ന സ്ഥലം ഇന്ന് ഇറാഖിലാണുള്ളത്, അല്ലെ? ഈ മെസോപ്പൊട്ടേമിയത്തിന്റെ വാക്കിന് അർത്ഥം ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന വാക്കാണ് വാക്കിന് അർത്ഥം. The cuneiform Libya, അല്ലെ? cuneiform script enveloped in Mesopotamia. അവര് ആ ആളുകളുടെ അന്ന് നിലനിന്ന ഒരു സംസ്കാര രീതിയാണ്, അതായത് ഒരു എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം ലിപി. അവരക്കാലത്ത് വികസിപ്പിച്ചെടുത്തൊരു ഭാഷാ സമ്പ്രദായമാണ്, അല്ലെ? എന്നാല് അവിടെ അപ്പൊ ഈജിപ്തുകാർ ലിപി എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ? ക്യൂണിഫോം ലിപിയാണ്. സിഗുറാത്തുകൾ ആർ ദ മേജർ റിമൈൻ ഓഫ് ദിസ് ഗ്രേറ്റ് സിവിലൈസേഷൻ. ഈ സംസ്കാരത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാം? സിഗുറാത്തുകളാണ്, അല്ലെ? എന്താണ് ക്യൂണിഫോം? എന്താണ്? The cuneiform is one of the oldest non-script. It was developed in the region of Sumer. The script is represented by the word-shaped pictographic marks on clay table. ഈ ലിപി വരുന്നത് തന്നെ one of the oldest non-script, ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ പഴക്കം ചെന്ന ലിപിയാണിത്. It was developed in the region of Sumer. എവിടെയാണത് തുടക്കം കുറിച്ചത്, നിലനിന്നത് അറിയോ? സുമർ എന്ന പ്രദേശത്താണ്. ഈ സുമറിലാണ് ഈ ലിപി ഉണ്ടായിരുന്നത്. The script represented by the word-shaped pictographic marks on clay tablets. ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ഇവർ ഉപയോഗിച്ചിരുന്ന ലിപി. എഴുത്തുഫലകം, പ്രതലം, കളിമൺ പാളികളെ കൊണ്ടായിരുന്നു രൂപപ്പെടുത്തി. പഴയകാലത്തെ ആളുകളെ പോലെ തന്നെ ഇവർ എന്താണ് മണലൊക്കെ വിരിച്ച്, നിലത്ത് ഭംഗിയായിട്ട് മണലൊക്കെ വിരിച്ച് വെച്ചിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ കമ്പ് കൊണ്ടോ അതിലിങ്ങനെ അക്ഷരങ്ങൾ എഴുതി പഠിക്കും. അങ്ങനെയാണ് ഇവർ എഴുത്ത് വിദ്യ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അടുത്ത് സിഗുറാറ്റ്സ് ടെമ്പിൾ കോംപ്ലക്സ്, അല്ലെ? ഒരു അമ്പലമാണ്, ഒരു അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ബിൽഡിംഗ് സമുച്ചയമാണ്. All of the ziggurats were built on burned bricks. ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത് എങ്ങനെ അറിയോ? ആ നല്ല ഭംഗിയാർന്ന ബിൽഡിംഗ് ഉണ്ടാക്കിയത് ബേൺഡ് ബ്രിക്സ്, ചുടുകട്ടകളെ കൊണ്ട് ഉണ്ടാക്കിയത്, ചുട്ടെടുക്കുന്ന കട്ടകളെ കൊണ്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. It has been found that around 25 ziggurats were built in this area. അവസാനം കണ്ടെടുക്കപ്പെട്ടിരുന്ന ഏറ്റവും കൂടുതൽ കിട്ടിയത് എത്ര അറിയോ? 25 ziggurats were built in this area. 25 സിഗുറാറ്റ്സുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പഠനം അനുസരിച്ച് മനസ്സിലാകുന്നത്. The ziggurats in the city of the Ur is still preserved. ഊരിലുള്ള സിഗുറാറ്റ്സുകൾ ഇപ്പോഴും എന്തുണ്ട്? അതുപോലെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരം ആയതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. Egyptian civilization. Egyptian civilization flourished in the valley of the river Nile. നൈൽ നദിയുടെ തട സംസ്കാരമാണ്, അതിന്റെ പ്രദേശത്താണ് നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇറാഖിൽ പറഞ്ഞ രണ്ടാമത്തെ ഈജിപ്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ നൈൽ. നൈൽ നദിയുടെ തീരത്താണ് ഈ ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈജിപ്ത് ഈസ് കോൾഡ് ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. ഈജിപ്റ്റ് ഈസ് കോൾഡ് ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. നൈലിന്റെ സംഭാവന, അല്ലെ, ദാനം എന്നൊക്കെയാണ് ഈജിപ്തിന് വിളിക്കാൻ പറ്റുന്ന പേര്. The hieroglyphic script was developed in Egypt.
ഈജിപ്തുകാര് തുടക്കം കുറിച്ചൊരു ഭാഷ എന്താണ് അവര് ആദ്യം പറഞ്ഞു യൂണിഫോം ലിപിയാണ് അവരുടെ അടുത്തെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇവരുണ്ടാക്കിയ ഒരു ലിപിയുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരക്കാർ. എന്തായിരുന്നു അത്? അവിടെ ലിപിന് അവര് ഉണ്ടാക്കിയ ലിപി ഏതാണ്? ഹൈഡ്രോഗ്ലിഫിക് ലിപി അല്ലെ. The word famous pyramids are most remarkable or remain of this civilization. ഈ സംസ്കാരത്തെ ഏറ്റവും പ്രധാനമായ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വസ്തുവാണെന്ത്? ഫറോവമാരുടെ പിരമിഡ്സ്. ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് താഴെ കാണുന്നത്. It is the script used by the ancient Egyptian. It is a combination of the symbol and letters commonly written on the papyrus and wood. പപ്പുറസ് ചെടികളുടെ മേലിലേക്കാണ് ഇത് എന്ത് ചെയ്തിരുന്നത്? പാപ്പുറസ് ചെടികളിലും മരത്തടികളിലും അതുപോലെ തന്നെ മറ്റു ഇലകളിലും എല്ലാമായിരുന്നു അക്കാലഘട്ടത്തിലെ ആളുകൾ എഴുത്തുവിദ്യ നടത്തിയതും എഴുതി വെച്ചതും വെച്ചതെല്ലാം ചെയ്തിരുന്നത്. ഹൈറോഗ്ലിഫിക് ലിപി അല്ലെ. അവ ഈജിപ്തുകാരുടെ ഇവരുടെ ഈജിപ്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലിപി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നാണ് പറയുന്നത്. പിരമിഡുകൾ ഈജിപ്തിന് മറ്റൊരു പ്രത്യേകതയാണ് പിരമിഡിനെ കുറിച്ച് വിശാലമായി ഒന്ന് പറയാനുണ്ട്. എന്താണ് പിരമിഡിന്റെ വേറെ പറയാം. പിരമിഡ് ആർ ദ ടോംബ് ഓഫ് ദ ഫറോവാസ്. ഫറോവമാരുടെ ശവകുടീരങ്ങളൊക്കെയാണ് പിരമിഡ് എന്ന് പറയാം. ദ റൂൾ ഓഫ് ദ ഈജിപ്ത് ദ ബിഗ്ഗസ്റ്റ് പിരമിഡ് ഈസ് ദ വൺ ഓഫ് ദ ഗിസ. ഗിസയിലാണ് ഏറ്റവും വലിയ പിരമിഡ് ഉള്ളത് കേട്ടോ. ഞാൻ അതിനെ കുറിച്ച് പറയാം. എത്രത്തോളം വലിപ്പമുണ്ട് അതിന് പിരമിഡിന്റെ നീളത്തിലാണ് ഐറ്റത്തിനൊക്കെ ബാക്കി തുടക്കത്തിൽ തന്നെ അതിനെ വിശദീകരിക്കാം. ബിൽഡ് ബൈ ദ ഫറോവ ഓഫ് ദ കുഫു. കുഫു രാജാവ് നിർമ്മിച്ച ഏറ്റവും വലിയ ഒരു പിരമിഡാണ് ഗിഫയിലുള്ള പിരമിഡ്. ഇതാണ് ഏറ്റവും വലുത്. ദ ചൈനീസ് സിവിലൈസേഷൻ അടുത്ത സംസ്കാരം. ഫസ്റ്റ് സംസ്കാരം കഴിഞ്ഞു, അല്ലെ. അതിന്റെ അടുത്ത സംസ്കാരം ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ ഹോങ്ഹോ റിവർ. ഏറ്റവും കൂടുതൽ ഈ ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടത് എവിടെയാണ്? എവിടെ ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്? ഹോയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടുള്ളത്. ഇറ്റ് ഈസ് സോ റിമാർക്കബിൾ ദാറ്റ് ദ ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഫോർമഡ് ഇൻ ദ ബ്രോൺസ് ഏജ്. ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ്, ചൈനീസ് ഭാഷയെ കുറിച്ചുള്ള സ്ക്രിപ്റ്റുകൾ ഫോർമഡ് ഇൻ ദ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിൽ തന്നെ അവര് കണ്ടെത്തിയിട്ടുണ്ട്. എക്സിസ്റ്റ് ഈവൻ ടുഡേ വിത്ത് സം ചേഞ്ച്. ഇപ്പോഴും ആ ഭാഷയുടെ ഭാഗം തന്നെയാണ്, അതിനോടനുബന്ധിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ദ ചൈനീസ് വർ എക്സ്പേർട്ട് ഇൻ മേക്കിംഗ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. അവര് ഭയങ്കര നിപുണരാണ് ബ്രോൺസ് സ്കൾപ്ചർ ഉണ്ടാക്കുന്നതിൽ. ബ്രോൺസ് കൊണ്ടുള്ള ആയുധങ്ങളോ നിർമ്മാണങ്ങളോ അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപങ്ങൾ എന്തുണ്ടാക്കാൻ ശരി അവർ ഭയങ്കര നിപുണരായ ആളുകളായിരുന്നു ആദ്യം. ഓക്കെ, ഇനിയാണ് ലാസ്റ്റ് ഒരു സംസ്കാരത്തെ കുറിച്ച് പറയുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ എന്താണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ഒരുപാട് സംസ്കാരങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മറ്റു സംസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഇൻഡസ്. സിന്ധു നദീതട തീരത്താണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. The Harappan civilization flourished in the valley of the river. The valley of the river. Okay. In those, the major sites of this civilization are situated in the present India and Pakistan. Town planning was a strike. Town planning was a strike. Features of the Harappan civilization: through ferries, drainage system, granaries, and trade centers, multi-storied houses made of the burned bricks. Okay, Harappan civilization flourished in the valley of the river Indus. സിന്ധു നദി തടത്തോട് കൂടിയിട്ടാണ് ഏത് ഹാരപ്പൻ സിവിലൈസേഷന്റെ തുടക്കം കുറിക്കുന്നത്. The major sites of this civilization are situated in the present India and Pakistan. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നിൽക്കുന്നപ്പോഴാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്താണ്. Town planning was a striking feature of the Indian features of the Harappa. അവിടെ ഏറ്റവും വലിയ പ്രത്യേകത, the planning was striking
ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പ സിവിലൈസേഷൻ, അവരുടെ പ്ലാനിങ്ങും അവരുടെ എല്ലാം വളരെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മാണ രീതിക്ക് അവിടെ കൊണ്ടുവന്നു. ഡയനൈറ്റ് സിസ്റ്റം, ഗ്രാനറീസ്, ട്രൈഡ്സ്, സെന്റേഴ്സ്, മൾട്ടി-സ്റ്റോറിഡ് ഹൗസസ് made of burned bricks. The through phase means വഴിയോരങ്ങൾ, വഴി സഞ്ചരിക്കാനുള്ള ഭാഗങ്ങൾ, ഡ്രൈനേജ് സിസ്റ്റം, അഴുക്കുചാലുകൾ, അല്ലെ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം അവർ അക്കാലഘട്ടത്തിൽ ഒരുക്കി വെച്ചിരുന്നു. ട്രേഡ് സെന്റേഴ്സ്, വ്യാപാര കേന്ദ്രങ്ങൾ, അല്ലെ, ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് അവര് തയ്യാറാക്കിയത്. മൾട്ടി സ്റ്റോർഡ് ഹൗസസ് മെയ്ഡ് ഓഫ് ദ ബേൺഡ് ബ്രിക്സ്, ഇഷ്ടെ കൊണ്ടുണ്ടാക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ അവര് നിർമ്മാണം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അസ്റ്റോണിഷ്ഡ് ഈവൻ ദ മോഡേൺ വേൾഡ്, ആധുനിക യുഗം പോലും അവസാനിക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ ആണ് അക്കാലഘട്ടത്തിൽ മനുഷ്യർ നടത്തിയിരുന്നത്. The Harappan people were familiar with the art of writing. The Harappan people were familiar with the art of writing. ഹാരപ്പൻ ജനങ്ങള് വളരെ സുപരിചിത വിത്ത് ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്ത് വിദ്യയിൽ വളരെ നിപുണരാണ്. മോഹൻജദാരോ and Harappa, Kalibangan and Lothal were the major cities of the Indus Valley. മോഹൻജദാരോ ഏതൊക്കെയാണ്? ഇൻഡസ് വാലിയുടെ സിന്ധു നദി തട സംസ്കാരത്തെ അനുബന്ധിച്ച് ഉണ്ടായ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് സിവിലൈസേഷനുകൾ ഉടലെടുത്തിട്ടുള്ളത്. അപ്പൊ ആ പ്രദേശത്ത് പല രീതിയിലുള്ളതായ പല രൂപത്തിലുള്ളതായ സിവിലൈസേഷൻ ഒരുപാട് രൂപപ്പെടുത്തുന്നുണ്ട്. ഏത് നദിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? സിന്ധു നദി, അല്ലെ, സിന്ധു നദിയെ അടിസ്ഥാനപ്പെടുത്തി പലതരത്തിൽ നടന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പല ഭാഗത്തുള്ള പല പ്രദേശ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. മോഹൻജദാരോ, ഹാരപ്പ, കാളിബംഗൻ and Lothal are the major cities of the Indus Valley civilization. Kalibangan and Lothal were the major cities of the Indus Valley. സിന്ധു നദി തട സംസ്കാരത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സിവിലൈസേഷൻ ഏതൊക്കെയാണ്? അല്ലെ, ഇവകളാണ് പ്രധാനമായിട്ട് സിന്ധു നദി തട സംസ്കാരത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്കാരങ്ങൾ, പ്രദേശങ്ങൾ. Human life underwent changes when it progressed from the Neolithic Age and Bronze Age. Human life underwent changes when it progressed from the Neolithic Age and to the Bronze Age. Neolithic Age-ൽ നിന്ന് Bronze Age-ലേക്ക് വന്നപ്പോൾ മനുഷ്യന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? Human life underwent changes when it progressed from the Neolithic Age to Bronze Age. What are they? Neolithic Age-ൽ നിന്നും ബ്രോൺസ് ഏജിലേക്ക് മാറിയപ്പോൾ മനുഷ്യനുണ്ടായിരുന്ന മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. കൃഷിയുടെ മേഖല വ്യാപിച്ചതിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ, അതുപോലെ തന്നെ കൃഷി മേഖലയെ കുറിച്ച് പറഞ്ഞു, മറ്റൊരുപാട് മേഖലകളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് വികാസം പ്രാപിച്ച പ്രധാനപ്പെട്ട മേഖലകൾ. List out the tools, implement and essential weapons made of stones, copper, bronze that can be found in your house and premises. List out the tools. ഈ ടൂൾസുകളൊക്കെ നമ്മുടെ പരിസരങ്ങളിലോ നമ്മുടെ കുടുംബത്തിലുള്ള ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് ശേഖരിക്കാം. ലിസ്റ്റ് ഓഫ് ദ ടൂൾസ്, ഇംപ്ലിമെന്റ്സ്, അല്ലെ, അത് നമുക്ക് നടപ്പാക്കുകയും ചെയ്യാം. എന്തൊക്കെയാണ്? അറ്റൻസ് ആൻഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് ദ സ്റ്റോൺ, കോപ്പർ, ബ്രോൺസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ യുവർ ഹൗസസ് ആൻഡ് പ്രീമൈസസ്. ഇത്തരത്തിലുള്ള വസ്തുക്കളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ലിസ്റ്റ് തയ്യാറാക്കുകയും വേണം. ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഏതൊക്കെ വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽവാസിന്റെ വീട്ടിലും മതി, നിങ്ങളുടെ വീട്ടിലും മതി. അപ്പൊ ഈ വസ്തുക്കൾ നിങ്ങൾ ശേഖരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ്, ആഭരണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിക്കാൻ. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും കണ്ടെത്താവുന്ന കല്ല്, ചെമ്പ്, വെങ്കലം എന്നിവ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തി പട്ടിക തയ്യാറാക്കുക. ഇതാണ് അടുത്ത ഭാഗം, സമ്മറി. ഈ പാഠങ്ങൾ പഠിച്ചെടുത്തപ്പോൾ നമുക്ക് മനസ്സിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, the period in which through stones were used as a tool is known as the Paleolithic Age. The period in which rough stones
The period in which police, the period in which rough stones were used as a tool is known as a Paleolithic age. എന്താണ് Paleolithic age? ചോദ്യം first, what is a Paleolithic age? Answer: the period in which rough stones and stones were used as a tools is known as a Paleolithic age. Second question, the period in which polished stone were used as a tool is known as the Neolithic age. Known as the Neolithic age. Agriculture, domestication of animal and permanent settlement began in the Neolithic age. Agriculture and domestication. എന്തൊക്കെ വസ്തുക്കളാണ്? മൃഗപരിപാലനങ്ങൾ, അതുപോലെ തന്നെ കാർഷിക വൃത്തികൾ, അതുപോലെ മനുഷ്യൻ സ്ഥിരമായിട്ടൊരു മേഖലകളിൽ സെറ്റിൽ ചെയ്ത് തയ്യാറാകുക എന്നുള്ള രൂപം കൂടി നിയോലിത്തിക് ഏജോട് കൂടി ഉണ്ടാക്കിയെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. റിവർ വാലി സിവിലൈസേഷൻ ഫ്ലോറിഷ്ഡ് ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിലാണ് ഏറ്റവും കൂടുതൽ റിവർ വാലി സംസ്കാരങ്ങൾക്ക് ഉടലെടുപ്പ് തുടങ്ങിയത്. ദ മേജർ സിവിലൈസേഷൻ ഡ്യൂറിംഗ് the Bronze Age were Mesopotamia, Egyptian, Chinese, Harappan. Major civilizations ഏതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ? Bronze Age പ്രധാനപ്പെട്ട civilization. What are the main civilization during the Bronze Age? Mesopotamia, Egyptian, Chinese, Harappan. ഇവയാണ് പ്രധാനപ്പെട്ട സിവിലൈസേഷനുകൾ. Significant learning outcomes. Describe the features of the Stone Ages. Compare the Paleolithic and Neolithic age. രണ്ടും തമ്മിലുള്ള ചില മാറ്റങ്ങൾ എന്തെങ്കിലും താരതമ്യപ്പെടുത്താം. Identify the major Bronze Age civilization and analyze their remarkable features. എന്ത് ചെയ്യണം? Identify the major Bronze Age. ലോകത്തിലെ വെങ്കലയുഗ സംസ്കാരങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ലെറ്റസ് ആസസ്, നമുക്ക് വിലയിരുത്തി നോക്കാം അല്ലെ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൂൾസ്, ഇംപ്ലിമെന്റ് ആൻഡ് വെപ്പൺ ഓഫ് ദ പാലിയോത്തിക് ഏജ്. ഇവ രണ്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൂൾസ്, പ്രാചീന ശിലായുഗത്തിലെ ആയുധങ്ങളെയും ഉപകരണങ്ങളെയും നവീകരിച്ച നവീന ശിലായുഗത്തിലെ ആയുധങ്ങളും ഉപകരണങ്ങളും താരതമ്യം ചെയ്യാൻ. Compare the contrastive tools and implements, weapons and Paleolithic age and with those the Neolithic age. ഇവ രണ്ടും തമ്മിലുള്ള താരതമ്യങ്ങൾ എഴുതാൻ. What were the changes brought about in the human life in the Neolithic age or in the beginning of the agriculture? What were the changes? എന്താണ് മാറ്റം? ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ നടന്നു? Brought about in the human life in Neolithic age. Neolithic age നവീന ശിലായുഗത്തിൽ ഉണ്ടായ പ്രധാന മാറ്റം. With the beginning of agriculture, ആ കാർഷിക വൃത്തി വികസിച്ചോളം അത് തകർക്കാൻ പറ്റില്ല. അതിന്റെ വികാസത്തോടൊപ്പം ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? List of the various occupational field developed in the Bronze Age. ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വെങ്കല യുഗത്തിൽ ഉടലെടുത്തിരിക്കുന്ന പ്രധാന തൊഴിലുകൾ ഏതൊക്കെയാണ്? എക്സ്പെൻഡഡ് ആക്ടിവിറ്റീസ്, വിശാലമായ ആക്ടിവിറ്റികൾ അല്ലെ. കളക്ട് പിക്ചേഴ്സ്, നിങ്ങൾ ശേഖരിക്കണം. എക്സ്പെൻഡഡ് ആക്ടിവിറ്റീസ് ഇവിടെ അസൈൻമെന്റ് വരെയാണ്. കളക്ട് പിക്ചേഴ്സ് ആൻഡ് റിലേറ്റഡ് ടു റിവർ വാലി സിവിലൈസേഷൻ ആൻഡ് പ്രിപ്പയർ ആൽബം വിത്ത് പ്രോപ്പർ description. Collect same. ഈ വസ്തുക്കളൊക്കെ, അതായത് ഇത്തരത്തിൽ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ ചിത്രങ്ങളൊക്കെ ശേഖരിക്കാൻ പറ്റും. ഈ കളക്ട് വെച്ചാൽ അതായത് ഹാരപ്പ സംസ്കാരത്തെ കുറിച്ച്, അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെ കുറിച്ച്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച്, ചൈനീസ് സംസ്കാരത്തെ കുറിച്ച്, ഇതിനൊക്കെ നിങ്ങൾ ശേഖരിച്ചിട്ട് അവിടുത്തെ രൂപങ്ങളും ഭാവങ്ങളും കൃത്യമായി വ്യക്തമാക്കി വെക്കും. കളക്ട് പിക്ചേഴ്സ് ആൻഡ് റിലേറ്റഡ് ടു റിവർ വാലി സിവിലൈസേഷൻ. ഈ നദിയുടെ പരിസരം ജീവിക്കുന്ന ആളുകളുമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും അല്ലെ. ആ ഒരു പിക്ചർ